തീവ്രവാദം പഠിപ്പിക്കുന്ന ഹബ്ബായി മാറുന്ന അനധികൃത മദ്രസകൾക്കെതിരെ നിയമ നടപടി തുടർന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ. ഇപ്പോൾ ഉദ്ധം സിംഗ് നഗർ ജില്ലയിൽ 16 അനധികൃത മദ്രസകൾ കൂടി പൂട്ടിയിട്ട് സീൽ ചെയ്തു. ഇതോടെ തന്നെ പൂട്ടുവീഴുന്ന മദ്രസകളുടെ എണ്ണം 110 കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് ഭരണകൂടം നടത്തിയ പരിശോധനയിലാണ് ഈ അനധികൃത മദ്രസകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഹരിദ്വാർ ജില്ലാ ഭരണകൂടവും ഇന്ന് 2 മദ്രസകൾ കൂടി പൂട്ടിട്ട് സീൽ ചെയ്തു. 16 മദ്രസകൾക്കെതിരെ പ്രത്യേകം രൂപീകരിച്ച ഭരണസമിതി നടപടി സ്വീകരിച്ചതായും അവ പൂട്ടിയതായും ഉദ്ധം സിംഗ് നഗർ ജില്ലയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പങ്കജ് ഉപാധ്യായ വ്യക്തമാക്കുകയാണ്. സർക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിൽ ഇതുവരെ ആകെ 110 അനധികൃത മദ്രസകൾ പൂട്ടിട്ട് സീൽ ചെയ്തു. അതുപോലെ തന്നെ ഹരിദ്വാർ ജില്ലയിലെ 2 അനധികൃത മദ്രസകൾ കൂടി പൂട്ടി സീൽ ചെയ്തതായി ജില്ലാ മാനേജർ അറിയിച്ചു. ദേവഭൂമി ഉത്തരാഖണ്ഡിൽ 500-ലധികം അനധികൃത മദ്രസകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം 416 മദ്രസകൾ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ എണ്ണം അനധികൃത മദ്രസകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതേസമയം ഖാമിയയിൽ അടുത്തിടെ 11 നിയമവിരുദ്ധ മദ്രസകൾ ഭരണകൂടം തിരിച്ചറിഞ്ഞതായും 3 രജിസ്റ്റർ ചെയ്ത മദ്രസകൾ സ്ഥിരീകരിച്ചതായും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പങ്കജ് ഉപാധ്യായ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 9 എണ്ണം ഇന്നലെ പൂട്ടി സീൽ ചെയ്തു. നേപ്പാൾ അതിർത്തിയിൽ അനധികൃത മദ്രസകൾ നിലനിൽക്കുന്നുണ്ട് എന്ന വിവരം ഉത്തരാഖണ്ഡ് പോലീസ് ഇന്റലിജൻസ് വിഭാഗവും ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ്. അതേസമയം ഡെറാഡൂൺ ജില്ലാ ഭരണകൂടം വീണ്ടും കർശന നടപടി സ്വീകരിക്കുകയും ജില്ലയിലെ 12 അനധികൃത മദ്രസകൾ കൂടി സീൽ ചെയ്യുകയും ചെയ്തു. വികാസ് നഗർ MDM വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സംഘം ഇന്നലെ പർഗാന പ്രദേശത്തെ 12 അനധികൃത മദ്രസകൾ പൂട്ടി സീൽ ചെയ്തു. മുദ്രവയ്ക്കൽ പ്രവർത്തനം നടത്തുന്നതിനിടെ മുസ്ലിം സംഘടനയിലെ അംഗങ്ങളും ഭരണ സംഘവുമായി തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. രജിസ്ട്രേഷൻ ഇല്ലാതെയാണ് ഈ നിയമവിരുദ്ധ മദ്രസകൾ പ്രവർത്തിക്കുന്നതെന്നും പോലീസ് ഭരണകൂടം നടത്തിയ സംയുക്ത സർവേയിലാണ് ഇവയെ തിരിച്ചറിഞ്ഞതെന്നും പ്രതിഷേധകരെ ബോധിപ്പിച്ചു. അതേസമയം ഈ മദ്രസകളിൽ കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന പരാതികൾ ലഭിച്ചിരുന്നതായും ഉത്തരാഖണ്ഡ് ശിശു പരിരക്ഷണ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണായ ഡോക്ടർ ഗീത ഖന്ന സർക്കാരിന് റിപ്പോർട്ട് അയച്ചിരുന്നു. കൂടാതെ നിയമവിരുദ്ധ മദ്രസകൾക്കെതിരെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നിയമ നടപടി എടുക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും വ്യക്തമാക്കിയിരുന്നു. രജിസ്റ്റർ ചെയ്ത മദ്രസകൾക്കെതിരെ നിലവിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഉത്തരാഖണ്ഡിൽ 500-ലധികം അനധികൃത മദ്രസകളുണ്ട് എന്ന് സർക്കാർ നടത്തിയ സർവേ റിപ്പോർട്ടിൽ കണ്ടെത്തുകയായിരുന്നു. ഈ മദ്രസകൾ അടച്ചുപൂട്ടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും. അതേസമയം ഉത്തരാഖണ്ഡിലെ നിയമവിരുദ്ധ മദ്രസകളെ കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടുത്തിടെയാണ് ഉത്തരവിടുന്നതും. ഇതിനുശേഷം നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ നിയമവിരുദ്ധ മദ്രസകളുടെ എണ്ണം ഞെട്ടിക്കുന്നത് തന്നെയാണ്. പോലീസ് ഭരണകൂടത്തിന്റെ ആദ്യ പരിശോധനാ റിപ്പോർട്ടിൽ ഡെറാഡൂൺ ജില്ലയിൽ 4 പ്രദേശങ്ങളിലായി 125 മദ്രസകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. വികാസ് നഗർ തഹാസിൽ പ്രദേശത്ത് 78 മദ്രസകൾ തിരിച്ചറിഞ്ഞു. അതിൽ 18 എണ്ണം മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 60 എണ്ണം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.